സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം ഇലക്ട്രിക് കാറുകൾ ലാഭകരമോ എന്നുള്ളതാണ്. ഒരു വാഹനം ലാഭകരമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ വാഹനത്തിൻ്റെ വില മാത്രമല്ല, അത് നമ്മൾ എത്ര കിലോമീറ്റർ ഉപയോഗിക്കുന്നു, എത്ര വർഷത്തേക്ക് ഉപയോഗിക്കുന്നു, അതിനു വേണ്ടി വരുന്ന ചിലവുകൾ, ഇതെല്ലാം കണക്കുകൂട്ടിയിട്ടാണ് നമ്മൾ ലാഭകരമോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു നെക്സോൺ കാറിൻ്റെ അതിന് വേണ്ടി വരുന്ന വണ്ടിയുടെ ചിലവ്, അതുപോലെ തന്നെ അതിൻ്റെ പെട്രോൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇന്ധന ചിലവുകൾ കണക്ക് കൂട്ടിയിട്ട് അത് ലാഭകരമോ എന്ന് നമുക്ക് നോക്കാം. ഒരു നെക്സോണിന് സാധാരണ അതിൻ്റെ വില എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ. അതൊരു മാസം നമുക്ക് 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരു കണക്കൂട്ടലെടുക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് നമുക്ക് ശരാശരി പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6 രൂപ വരും. അപ്പോൾ ഒരു മാസത്തേക്ക് 18,000 രൂപ വരും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 18,000 ഇൻറ്റു 12 എന്ന് പറയുന്നത് നമുക്ക് 2,16,000 രൂപയോളം കോസ്റ്റ് വരുന്നു. ഇത് നമുക്ക് ഒരു 8 വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 17,28,000 രൂപ. നമുക്കതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 17 ലക്ഷം രൂപ കൂട്ടാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരാൾ ഒരു മാസം 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുവാണെങ്കിൽ 8 വർഷത്തേക്കുള്ള പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 17 ലക്ഷം രൂപ. വണ്ടിയുടെ വില 8 ലക്ഷം രൂപ. അപ്പോൾ 17 + 8 ലക്ഷം 25 ലക്ഷം രൂപയാണ് നമുക്ക് ഒരാൾ 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ പെട്രോൾ എക്സ്പെൻസും വണ്ടിയുടെ തുകയും കൂടെയുള്ള ആകത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കിട്ടി. ഇനി നമുക്കത് ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് വരാം. ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ 30 യൂണിറ്റ് കൊണ്ട് ശരാശരി 250 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അതായത് അതൊരു 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 120 യൂണിറ്റ് വൈദ്യുതി ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ 360 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ആവശ്യമാണ്. ഈ കണക്ക് പ്രകാരം 360 യൂണിറ്റിന് നമുക്കിപ്പോഴത്തെ KCBയുടെ താരിഫ് ഒരു 500 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 8 രൂപ എന്നുള്ളൊരു താരിഫ് വെച്ചിട്ട് കണക്ക് കൂട്ടുവാണെങ്കിൽ നമുക്ക് ശരാശരി ഒരു മാസം 1000 രൂപ കറണ്ട് ചാർജ് വരുന്നു. അപ്പോൾ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാസത്തെ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 3000 രൂപ. അതായത് ഒരു വർഷത്തേക്ക് 36,000 രൂപ നമുക്ക് കോസ്റ്റ് വരുന്നു. ഇങ്ങനെ 8 വർഷത്തേക്ക് നമ്മൾ കൂട്ടുവാണെങ്കിൽ 8 വർഷത്തെ ചിലവെന്ന് പറയുന്നത് 36,000 ഇൻറ്റു 8 എന്ന് പറയുന്നത് ഏകദേശം 2,88,000 രൂപ നമുക്ക് കോസ്റ്റ് വരുന്നു. ഇപ്പോൾ നമുക്ക് വരുന്ന ചിലവുകൾ, വണ്ടിയുടെ ചിലവ്, വണ്ടിയുടെ തുക അല്ലെങ്കിൽ വണ്ടി വാങ്ങുന്നതിനുള്ള തുക എന്ന് പറയുന്നത് ഒരു 17 ലക്ഷം രൂപ. 2,88,000 നമ്മൾ റൗണ്ട് ചെയ്തൊരു 3 ലക്ഷം ആക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ആൾ 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതും വണ്ടിയുടെ തുകയും കൂടെ കൂട്ടി വരുന്നത് 20 ലക്ഷം രൂപ. ഇപ്പോൾ നമുക്ക് രണ്ട് വണ്ടിയും തമ്മിലുള്ള താരതമ്യം കിട്ടി. ഒരു പെട്രോൾ വണ്ടി 8 വർഷം ഒരു മാസം 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 25 ലക്ഷം രൂപയായി. എന്നാൽ ഒരു ഇലക്ട്രിക്കൽ വണ്ടി ഒരു മാസം 3000 കിലോമീറ്റർ വെച്ച് യാത്ര ചെയ്യുന്നതിന് 20 ലക്ഷം രൂപയേ ആകുന്നുള്ളൂ. അതായത് 8 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ നമുക്ക് ലാഭമാണ്. അതാണ് ഈ പെട്രോൾ വണ്ടിയും ഇലക്ട്രിക്കൽ വണ്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി മറ്റൊരു ലാഭത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിക്കൽ വണ്ടി നമ്മൾ സോളാറിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ എത്രമാത്രം ലാഭകരമാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ വാട്ട് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് ശരാശരി 120 യൂണിറ്റ് വൈദ്യുതി തരും. നമുക്ക് 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് അതിന് 360 യൂണിറ്റ് വൈദ്യുതി തരും. നമ്മൾ നേരത്തെ കണ്ടു, ഒരാൾക്ക് 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 360 യൂണിറ്റ് വൈദ്യുതി ഉണ്ടെങ്കിൽ 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യാമെന്ന് കണ്ടു. ഇപ്പോൾ നമുക്ക് ഈ കാറിന് ഒരു മാസം 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സ്ഥാപിച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ ഓൺ ഗ്രിഡ് സ്ഥാപിക്കുന്നതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ 2,40,40,000 രൂപ ശരാശരി 3 കിലോ വാട്ടിന് കോസ്റ്റ് വരുന്നു. നമ്മളതൊരു സബ്സിഡി സ്ഥാപിക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒന്ന് കൂട്ടാം. അതായത് 17 ലക്ഷം രൂപ വണ്ടി വില, ഏകദേശം 2,40,40,000 രൂപ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ്.
ഇപ്പോൾ തന്നെ ഏതാണ്ട് 19 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ആകുന്നുള്ളൂ 8 വർഷം നമുക്ക് സോളാർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്നതിന്. അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടിയേക്കാളും അപ്പോഴും കിട്ടി 5.5 ലക്ഷം രൂപ ലാഭം കിട്ടി. സോളാർ വെച്ചാൽ മറ്റൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ 25 വർഷത്തേക്ക് നമുക്ക് സൗജന്യ വൈദ്യുതി ലഭിക്കുന്നു. അതായത് നമുക്ക് 25 വർഷവും സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഈ സോളാറിൻ്റെ ഏറ്റവും അധികം പ്രത്യേകത. അതായത് സോളാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രാവലിങ് സൗജന്യമാണ് എന്നർത്ഥം. ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയ പല കണക്കുകളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഒരു കാറ് 8 വർഷം, അതായത് പെട്രോൾ കാറ് 8 വർഷം ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് ശരാശരി കോസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ പെട്രോൾ എക്സ്പെൻസ് തന്നെ 17 ലക്ഷം രൂപ വരുന്നു. വണ്ടി വില 8 ലക്ഷം രൂപ വരുന്നു, 25 ലക്ഷം രൂപയായി. ഇനി നമ്മൾ അത് തന്നെ ഇലക്ട്രിക്കലിൽ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 20 ലക്ഷം രൂപ. ഇനി അത് സോളാറിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കുവാണെങ്കിൽ ഏകദേശം 19 ലക്ഷം രൂപ. ഇതാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളും പെട്രോൾ വെഹിക്കിളുമായിട്ട് ഉള്ള താരതമ്യം. ഇപ്പോൾ ഇത് പറയുമ്പം നമ്മൾ ചിന്തിക്കും, ഈ ബാറ്ററിയുടെ റീപ്ലേസ്മെൻറ്റ്, നമുക്ക് ബാറ്ററിയുടെ വില എത്രയായാലും നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം 8 വർഷത്തേക്ക് നമുക്ക് 17 ലക്ഷം രൂപയാണ് ഒരു 3000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് പെട്രോൾ എക്സ്പെൻസ് ആയത്. എത്രയൊക്കെ പറഞ്ഞാലും അതിൻ്റെ 1/3 പോലും, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും ആകില്ല എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഈ ഒരു കണക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിൾ എത്രമാത്രം ലാഭകരമാണെന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കാണുമല്ലോ. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. സോളാർ ടെക് ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ആളുകൾക്ക് എങ്ങനെ ചിലവ് കുറഞ്ഞ് യാത്ര ചെയ്യാമെന്നുള്ള പൊതുവായ നിർദ്ദേശങ്ങളും നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ കാണാൻ നിങ്ങൾ സമയം വിനിയോഗിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു.